ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇറച്ചിക്കറിയാണ്. നമ്മളെല്ലാവരും ഇറച്ചിക്കറി വെക്കാറുണ്ട് അല്ലേ? ഇറച്ചി വെച്ചിട്ട് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്നൊന്നും ഇനി ആരും പറയണ്ട. ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ 2 കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. 20 വെളുത്തുള്ളി, ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തിട്ടേ പൊടികളെല്ലാം ഇടാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, വേറൊരു ടേസ്റ്റും മാറിപ്പോകും ഇതിൻ്റെ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ ഓഫ് ചെയ്തിട്ടേ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാവും. അത് കഴിഞ്ഞൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും എരി, അതനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക്, ഞാൻ ആട്ടിറച്ചിയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഇറച്ചിയിൽ വേണമെങ്കിലും ചെയ്യാം. 2 കിലോ ആട്ടിറച്ചി കഴുകി ഊറ്റി വെച്ചത് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇതിന് നല്ലതുപോലെ അരപ്പും ഇതും എല്ലാം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചെറിയ ആട്ടിൻ്റെ ഇറച്ചി ആയതുകൊണ്ട് ഞാൻ നാരങ്ങ നീരൊന്നും അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ടില്ല. നിങ്ങൾ പോത്തിറച്ചിയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാരങ്ങ നീരൊക്കെ ഒഴിഞ്ഞ് ആ ഇറച്ചി കഴുകി ഊറ്റി വയ്ക്കുമ്പോഴത്തേക്ക് നാരങ്ങ നീര് അതിനകത്തൊന്ന് പുരട്ടി ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരുന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കെല്ലാം വറുത്ത ഇറച്ചിയുടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇത് കുക്കറിനകത്ത് വേണമെങ്കിലും വേവിക്കാം, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഈ ചാനലിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ചിക്കൻ കറി എണ്ണ ഇല്ലാതെ എങ്ങനെ വേവിച്ചെടുക്കാന്നുള്ളത്. അത് ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും കയറി കാണണം. അത് കണ്ടവരെല്ലാം അത് ചെയ്തിട്ടുമുണ്ട്, എന്നെ വിളിച്ച് നല്ല അഭിപ്രായം കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ പരലുപ്പാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പൊടിയുപ്പാണെങ്കിൽ പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പൊടിയുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇനി ഞാനിതിൽ 2 കിലോ ഇറച്ചിക്ക് 1/2 കിലോ ചുവന്നുള്ളി ഒടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഉള്ളി കൂട്ടാം. ഇത് ഞാൻ 1/2 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേവി കൂട്ടണമെങ്കിൽ കുറച്ചും കൂടെ ഉള്ളി എടുക്കാവുന്നതാണ്. 4 സവാള ഇട്ട് കൊടുക്കും. ഇനി ഒരു 2 വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്ത് വലിയ പണിയൊന്നും ഇല്ല. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി തട്ടി പൊത്തി വെച്ച് ഒരു അരമണിക്കൂർ ചെറിയ തീയിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഒരു നാരങ്ങ നീര് ഇനി വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് വെന്തിഞ്ഞ് കിട്ടും. ടേസ്റ്റും കൂടുതലാണ്. ഇച്ചിരി പുളിയും കൂടെ ചെല്ലുമ്പോൾ നല്ലതായിരിക്കും. 2 കിലോ ഇറച്ചി എടുത്തത് കൊണ്ട് ഞാൻ ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കിലോ ആണെങ്കിൽ പകുതി മതിയാവും. അതും ആടല്ലേ, എളുപ്പം വെന്തോളുമല്ലോ. ഇനി നമുക്ക് ചെറിയ തീയിലിട്ട് വേവിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം തനിയെ ഊറി വരും. വലിയ തീ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോവും. ചെറിയ തീ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പതുക്കെ ആ വെള്ളം ഇനി ഊറി വന്നോളും. വെള്ളം കൂട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചും ചെയ്ത് കൊടുക്കാം.
ഇടയ്ക്ക് അടപ്പൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്താ മണം! നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.